ഒരിക്കലെങ്കിലും കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കണം. ക്ഷേത്ര ദർശനം എന്നതിൽ ഉപരി ഒരു അനുഭവമാണ് ഇവിടത്തേക്കുള്ള യാത്രയും ഈ ക്ഷേത്രവും. വെള്ളത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രം. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വലിയ ക്ഷേത്ര സമുച്ചയങ്ങൾ ഒന്നുമല്ല, തികച്ചും ലളിതമായ ക്ഷേത്രം. ഓലയും മരക്കഷ്ണങ്ങളും കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ കുടിലുകൾ, വർണ്ണശാലകൾ, അങ്ങനെ അതിമനോഹരവും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയൊരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ വരിക എന്നത് തന്നെ പുണ്യമാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം. ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ആരാധന രീതികളും എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊട്ടിയൂർ ക്ഷേത്രവും ശക്തിപീഠങ്ങളും തമ്മിൽ എന്താണ് ബന്ധം, ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബാവാലി പുഴയുടെ ഇരുകരകളിലായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഇക്കരെ കൊട്ടിയൂർ, വടക്ക് അക്കരെ കൊട്ടിയൂർ. ഇതിൽ സ്ഥിരക്ഷേത്രം ഇക്കരെ കൊട്ടിയൂരിലാണ് ഉള്ളത്. എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ ഉത്സവ സമയത്ത് താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുന്നു. ഈ സമയങ്ങളിൽ ഇക്കരെ കൊട്ടിയൂരിലുള്ള സ്ഥിരക്ഷേത്രത്തിൽ പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്ര സമുച്ചയം മുളകളും ഓലകളും ഉപയോഗിച്ച് വെള്ളത്തിലും കരകളിലും കെട്ടിയ ചെറിയ കുടിലുകളും വർണ്ണശാലകളും ചേർന്നതാണ്. കൊട്ടിയൂരിലെ ക്ഷേത്ര സമുച്ചയം വളരെ ലളിതവും അതുപോലെ തന്നെ കൊട്ടിയൂരിലെ ക്ഷേത്ര സമുച്ചയം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയേക്കും. അത്രയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങിയാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ശബരിമലയ്ക്ക് ശേഷം ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ. പുരാണങ്ങൾ പ്രകാരം ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. ശിവൻ സതീദേവിയെ കല്യാണം കഴിച്ചതിൽ ശുഭിതനായ ദക്ഷ പ്രജാപതി 14 ഉലകത്തിലെ സകല ദൈവങ്ങളെയും ദേവഗണങ്ങളെയും വിളിച്ച് യാഗം നടത്തുന്നു. എന്നാൽ ശിവനെയും സതീദേവിയും വിളിച്ചിരുന്നില്ല. എന്നാൽ തന്റെ പിതാവ് നടക്കുന്ന യാഗശാലയിലേക്ക് സതീദേവി പോകുന്നു. പക്ഷേ ശിവഭഗവാൻ ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ശിവന്റെ എതിർപ്പിനെ മറികടന്ന് പിതാവിനോടുള്ള സ്നേഹം മൂലം സതീദേവി ആ യാഗശാലയിലേക്ക് പോകുന്നു. എന്നാൽ ശുഭിതനായ ദക്ഷൻ ശിവനെ അപമാനിക്കുകയും തന്റെ പ്രിയതമനെ തന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചതിൽ ദുഃഖിതയായി സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യുന്നു. തന്റെ പ്രിയപത്നിയുടെ മരണവാർത്തയറിഞ്ഞ ശിവൻ അദ്ദേഹത്തിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ശുഭിതനായ ശിവൻ തന്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അപ്പോൾ അവിടെ വീരഭദ്രൻ ഉടലെടുക്കുകയും ചെയ്യുന്നു. വീരഭദ്രൻ ദക്ഷന്റെ ദീക്ഷ പറിച്ചെറിഞ്ഞ് ദക്ഷന്റെ തല വെട്ടിമാറ്റി നശിപ്പിക്കുന്നു. പിന്നീട് ശിവൻ താണ്ഡവ നൃത്തമാടുന്നു. എന്നാൽ ദക്ഷാപത്നിയുടെയും മറ്റു ദേവഗണങ്ങളുടെയും അപേക്ഷ മാനിച്ച് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിക്കുന്നു. എന്നാൽ ദക്ഷന്റെ ശിരസ് തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശിരസിന് പകരം ആടിന്റെ ശിരസാണ് ശിവൻ ദക്ഷന് നൽകുന്നത്. അങ്ങനെ ദക്ഷനെ പുനർജീവിപ്പിക്കുന്നു. യാഗം തുടരാനും ശിവൻ അനുവദിക്കുന്നു. എന്നാൽ തന്റെ പ്രിയ പത്നിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ട് ശിവന് സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല. വികാരാതീതനായ ശിവൻ സതീദേവിയുടെ ചേതനയേറ്റ ശരീരവും കയ്യിലേന്തി പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ശിവന്റെ ഈ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെയുള്ള ശിവന്റെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ടിരുന്ന വിഷ്ണു ഭഗവാൻ സതീദേവിയുടെ മൃതദേഹം തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ഗണ്ണിക്കുന്നു. ശിവനെ ആശ്വസിപ്പിക്കാനായാണ് സതീദേവിയുടെ ശരീരം ഇങ്ങനെ ഗണ്ണിക്കുന്നത്. ഇങ്ങനെ ഗണ്ഡിച്ച ശരീരഭാഗങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തുമായി നിക്ഷേപിക്കുന്നു. ഇങ്ങനെ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലമാണ് ശക്തിപീഠങ്ങളായി മാറുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം പുണ്യസ്ഥലങ്ങളാണ് ഈ ശക്തിപീഠങ്ങൾ. ഈ ശക്തിപീഠങ്ങളുടെ സംരക്ഷണാർത്ഥം പരമശിവന്റെ രൗദ്രഭാവമായ കാലഭൈരവന്റെ രൂപത്തിൽ പരമശിവൻ ഓരോ ശക്തിപീഠങ്ങളിലും സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഓരോ സ്ഥലത്തും ജഗദീശ്വരി വിവിധ നാമങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. ശിവപുരാണം, ദേവി ഭാഗവതം തുടങ്ങിയ ചില ഗ്രന്ഥങ്ങളിൽ 4 പ്രധാനപ്പെട്ട ആദിശക്തി പീഠങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അതിലൊന്ന് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര മന്ദിര സമുച്ചയത്തിൽ ദേവിയുടെ പാദത്തിന്റെ ഭാഗവും പൂജിക്കുന്നുണ്ട്. അവിടെ വിമല എന്ന ശക്തിയായി ദേവി കുടികൊള്ളുന്നു. അതുകൂടാതെ താരാതരണി ക്ഷേത്രം ബറാബൂർ, ഒഡീസ, ഇവിടെ ദേവിയുടെ സ്തനഗണ്ഡവും അവിടെ ദേവി താരാതരണിയായി ദേവി കുടികൊള്ളുന്നു. കാമാക്കി ക്ഷേത്രം ഗുവാഹട്ടി, ആസാം, ഇവിടെ യോനികാണ്ഡവുമാണ് ഉള്ളത്. അവിടെ ദേവി കാമാക്കിയായി കുടികൊള്ളുന്നു. കാളിഘട്ട് കാളി ക്ഷേത്രം കൊൽക്കത്തയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുഖകാണ്ഡമാണ് ഉള്ളത്. ഇവിടെ ദേവി ദക്ഷിണ കാളിയായി കുടികൊള്ളുന്നു. അങ്ങനെ 4 ആദിശക്തി പീഠങ്ങൾ ഉൾപ്പെടെ മൊത്തം 51 ശക്തിപീഠങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട്. ഇവ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ടിബറ്റ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ദക്ഷയാഗ സമയത്ത്
ഗണ്ണിക്കപ്പെട്ട ദേവിയുടെ ശരീരഭാഗങ്ങളാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപീഠങ്ങളായി അറിയപ്പെടുന്നത്. ഹിന്ദുക്കളുടെ പുണ്യഭൂമി കൂടിയാണ് ഈ ശക്തിപീഠങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.